കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ തലശ്ശേരി ASP ആയിരുന്നു റവാഡ ചന്ദ്രശേഖർ. ഇന്ന് കണ്ണൂരിലേക്കുള്ള യാത്ര മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനാണ്. റവാഡ ചന്ദ്രശേഖറിന്റെ നിയമനത്തെക്കുറിച്ച് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ വിലയിരുത്തുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ തലശ്ശേരി ASP ആയിട്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതം ആരംഭിക്കുന്നേ ഉള്ളായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിനെ കാത്തിരുന്നത് വലിയൊരു രാഷ്ട്രീയ ആരോപണമായിരുന്നു. SKN ഗുഡ് മോർണിംഗ്. വീണ്ടും വർഷങ്ങൾക്കു ശേഷം റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിലേക്ക് പോവുകയാണ്. നേരത്തെ 94 നവംബർ 25-നാണ് കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായതും 5 പേർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതും. അതിന് 2 ദിവസം മുമ്പ് മാത്രമാണ് റവാഡ ചന്ദ്രശേഖർ അവിടെ എത്തി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 94 നവംബർ 23 വൈകിട്ട് തലശ്ശേരി ASP ആയി ചുമതലയേറ്റ റവാഡ ചന്ദ്രശേഖർ 25-ന് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയെന്നായിരുന്നു CPIM ആരോപിച്ചിരുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷൻ അദ്ദേഹത്തിന് സംശയത്തിൻ്റെ ചില ആനുകൂല്യങ്ങൾ നൽകി. റവാഡ ചന്ദ്രശേഖരന് ആ സ്ഥലം അത്ര പരിചിതമായിരുന്നില്ല. മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചോ ഈ രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥയെക്കുറിച്ചോ വേണ്ടത്ര ബോധവാനായിരുന്നില്ല അദ്ദേഹത്തിന് അതേക്കുറിച്ചൊന്നും വേണ്ടത്ര പരിചയം ലഭിച്ചിരുന്നില്ല എന്ന കാര്യവും ഈ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ടായിരുന്നു. തുടർന്ന് അധികാരത്തിലെത്തിയ ഇടതുമുന്നണി സർക്കാരിനാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. റിപ്പോർട്ട് പത്രങ്ങളിൽ പരസ്യമായി അന്ന് LDF സർക്കാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീടും റവാഡ ചന്ദ്രശേഖരനെ പ്രതിസ്ഥാനത്ത് CPIM നിർത്തുമ്പോൾ തന്നെ അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനാണ് എന്നത് CPIMന് കണക്കിലെടുക്കേണ്ടി വന്നിട്ടുണ്ട്. നയനാർ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ വെടിവയ്പ്പിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ പത്തനംതിട്ട SP ആയി EK നയനാർ സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. തുടർന്ന് വന്നിട്ടുള്ള പലപ്പോഴും സർക്കാരുകൾ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നതുവരെ സുപ്രധാന തസ്തികകൾ നൽകുന്നതിനും LDF സർക്കാരുകൾ മടിച്ചിട്ടില്ല. അത് 2012-ലാണ് ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ VS സർക്കാരിൻ്റെ കാലത്തും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സുപ്രധാന തസ്തികയിലടക്കം 2 വർഷത്തോളം അദ്ദേഹം ആ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ സുപ്രധാനമായ പദവികളൊക്കെ നേരത്തെയും ഇടതുമുന്നണി നൽകിയിരുന്നു. അതേസമയം തന്നെ രാഷ്ട്രീയമായ ആരോപണം റവാഡ ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട് CPIM ഉന്നയിച്ചിരുന്നു. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ഈ 3 പേരിൽ വെച്ച് ഭേദപ്പെട്ട ഒരാൾ എന്ന് നോക്കുമ്പോൾ അത് റവാഡ ചന്ദ്രശേഖറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ DGP ആയി നിയമിക്കുന്നു, സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നിപ്പോൾ വർഷങ്ങൾക്കു ശേഷം റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിലേക്ക് പോവുകയാണ്. അദ്ദേഹം അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് സംസ്ഥാനത്തെ പോലീസ് മേധാവിയായി ചുമതലയേറ്റ ശേഷം 10 മണിയോടുകൂടി അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കും. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുക എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലാണുള്ളത്. ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട് ആദ്യമായി അദ്ദേഹത്തെയാണ് കാണാനായി റവാഡ ചന്ദ്രശേഖർ തിരിക്കുന്നത്. കണ്ണൂരിലെ CPIM ഇതിനകം തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് 2 തട്ടിലാണ്. P ജയരാജൻ ഈ നിയമനത്തിലുള്ള അതൃപ്തി തുറന്നു പറയുകയും ചെയ്തിരുന്നു. പിന്നാലെ മറ്റൊരു CPIM നേതാവായ MV ജയരാജൻ P ജയരാജനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് DGP നിയമനത്തിൽ നേരത്തെയുള്ള ചില സുപ്രീം കോടതി വിധികളുണ്ട്. അത് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസും മറ്റൊന്ന് TP സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള കേസുമാണ്. DGP നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡ പ്രകാരമാണ് പുതിയ DGPയെ നിയമിച്ചതെന്ന് സർക്കാരിന് പറയാം. പക്ഷേ രാഷ്ട്രീയമായ ആ വിവാദങ്ങൾ, കൂത്തുപറമ്പ് വെടിവെപ്പും അതുമായി ബന്ധപ്പെട്ട് CPIMന് ഉണ്ടായിട്ടുള്ള പ്രവർത്തകർക്കുള്ള വൈകാരികമായ ചില വിഷയങ്ങളുമുണ്ട്. അതിനെ CPIM എങ്ങനെ രാഷ്ട്രീയമായി മറികടക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതും. SKN. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ. ഇനി ഒബ്സർവ് ഇതേ സമയം നാളെ വരും.